അപ്പം നമ്മൾ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ലേ. നമുക്ക് രുക്മിണി സ്വയംവരമൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം അത് എങ്ങനെ ഇവിടെ ജീവിക്കണം. നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനെ പറയാ പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ എന്നൊരു 4 കാര്യങ്ങളുണ്ട്. ഇന്ന് കുട്ടികളുണ്ടല്ലോ, ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ കുറേയൊക്കെ ഒരു കുടുംബജീവിതത്തിൽ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാതെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ. ഇന്നാണെങ്കിൽ നമ്മൾ ഭക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ പോയാലും പലപ്പോഴും മാനസികമായി സ്വഭാവങ്ങളോട് പൊരുത്തപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഒരു ജീവിതത്തിൽ ചില മോട്ടോസ് അല്ലെങ്കിൽ ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ ജീവിച്ചാൽ കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇന്നിപ്പുണ്ടല്ലോ നമ്മൾ വളരെ ഹിന്ദു സമൂഹം ശ്രദ്ധിക്കണേ. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങൾ എന്ത് ഭാഗവതം കേട്ടാലും കേട്ടിട്ടില്ല, നിങ്ങളൊരു യാഥാർത്ഥ്യം പറയുന്നുണ്ടോ. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ വളരെയധികം എഡ്യൂക്കേഷൻ കൂടുതലുള്ളവരാണ്. കാരണം അവർ ഹാർഡ് വർക്കിംഗ് ആണ്. ആമ്പിളരൊക്കെ ഒരുവിധ കുഴപ്പന്മാരുമാണ്. വളരെ ക്രീമി ഒരു ലെയറിൽ വരുന്ന വളരെ കുറച്ച് ഹാൻഡ് പിക്ഡ് പിള്ളേരാണ്. ആണോ? ബാക്കിയൊക്കെ ഒരു ഉഴപ്പാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് കുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, പെൺകുട്ടികളുടെ ക്വാളിഫിക്കേഷൻ. ഞാൻ സത്യസന്ധമായിട്ട് പറയണേ, കഴിഞ്ഞ ദിവസം എന്നെ കാണാനൊരു പെൺകുട്ടി അമ്മയൊക്കെ കൂടെ വന്നു. അപ്പോൾ ആ കുട്ടി PhD പോകണം, സൈക്യാട്രി. ഞാൻ പറഞ്ഞു, ദയവ് വിചാരിച്ച് നീ PhD എടുക്കരുത്, നിൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കൂടുന്തോറും നല്ലൊരു ബന്ധം കിട്ടാൻ പാടാണ്. പിന്നെ ക്ലർക്കായ ഒരു പയ്യനാ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ജാതകവും കൂടി ഹിന്ദുവിനെ തലയിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് ഒത്തുവരണ്ടേ. അത് ഒരു ജ്യോത്സ്യൻ ഒപ്പിച്ചാൽ മറ്റൊരു ജ്യോത്സ്യൻ ഒപ്പിക്കില്ല. ഒരു 4 ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ മിക്കവാറും നിങ്ങളുടെ കെട്ട് തീർന്നിട്ടുണ്ടാവും. ഒരാൾ പറയും സമയം അനുകൂലമല്ല, മറ്റൊരാൾ പറയും സമയം അതിക്രമിച്ചു, മറ്റൊരാൾ പറയും സമയം ഉണ്ട് പക്ഷേ ഇത് യോജിക്കില്ല, വേറൊരാൾ പറയും യോജിപ്പിക്കാൻ പക്ഷേ കുറച്ച് ചിലവുണ്ട് എന്നാണ്. പിന്നെ അയാൾക്ക് ആകെ കൺഫ്യൂഷനായിട്ട്, അല്ലേ? ആണോ അല്ലയോ? മൊത്തം കൺഫ്യൂഷനായിട്ട്. അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരുപാട് വീടുകളിൽ പണ്ടൊക്കെ പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ഇന്ന് പുര നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളുടെ കാലഘട്ടമാണ്. 10, 30, 40 വയസ്സായിട്ട് കുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല. കാരണം വെച്ചാൽ പെൺപിള്ളേരൊക്കെ ഹൈലി ക്വാളിഫിക്കേഷൻ ഉള്ളവരും അതിന് പറ്റുന്ന ആ പെൺപിള്ളേർക്കൊന്നും ഇവരെ വേണ്ട. എന്നിട്ടെല്ലാം മതം മാറി ജാതി മാറിക്കൊണ്ടെന്നാൽ ഹിന്ദു സംസ്കൃതി തന്നെയല്ലേ, കുഴപ്പമില്ല. അതൊക്കെ കുറേ നമുക്ക് ഇന്നത്തെ കാലത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്. കുറേയൊക്കെ, എല്ലാവർക്കും പറ്റുന്നില്ലെങ്കിലും കുറേയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് കുറേ ആൾക്കാർക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിവൃത്തിയില്ല, കാരണം കുട്ടികളുടെ ചോയ്സിനാണ് ഇമ്പോർട്ടൻറ്റ്. ആണോ? മതം മാറിപ്പോകുന്നു കണ്ടമാനം പിള്ളേർ. കാരണം നമ്മുടെ ഈ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു കല്യാണം നടക്കുന്നില്ല പലരുടെയും. ആണോ അല്ലയോ? പറയൂ നിങ്ങൾ. എവിടെ എത്തി? നിങ്ങൾ ഗുരുവായൂരപ്പനെ സേവിച്ചാലും പ്രാർത്ഥിച്ചാലും ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ പിന്നെ ഗുരുവായൂരപ്പനോട് നിങ്ങൾ കരഞ്ഞോട് പറയാം, എന്തേ ഗുരുവായൂരപ്പ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം തന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു പരമസത്യം. ഇവിടെ ജീവിതം കൊണ്ടു നടക്കാൻ അതിന് എങ്ങനെ കല്യാണം നടത്തിയാലും അത് താളവും മറ്റും നിലനിർത്തണമെങ്കിൽ അതിന് ചില പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം, മോട്ടോസ് നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു എന്ന് മാത്രം നിൽക്കട്ടെ, നമുക്ക് വീണ്ടും ഇവിടെ വരാം. അതുകൊണ്ട് അടിസ്ഥാനമായി നമ്മളെല്ലാം ഒരു സത്യത്തിൻ്റെ വൈവിധ്യത ഉള്ളവരാണ്. ഓരോരുത്തരുടെയും സ്വഭാവം മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മൾ ഓരോരുത്തരും ഒരു സത്യത്തിൻ്റെ, നമുക്ക് ഒരു സൂര്യകിരണത്തിൻ്റെ 7 വർണ്ണങ്ങൾ എന്ന പോലെ ഇവിടെ ചില വർണ്ണങ്ങൾ ചുവപ്പാണ്, പച്ചയാണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാൻ പോകണ്ട. ഇതെല്ലാം വന്നിരിക്കുന്നത് ഒരേ സൂര്യനിൽ നിന്നാണ് എന്ന ബോധത്തോടുകൂടി. എന്തൊരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. യഥാ പുമാന്നസ്വാങ്കേഷു ശിരപ്പാണ്യാദിഷു കുജിൽ പാരക്യ ബുദ്ധിം ന കുരുതേ. അവനവൻ്റെ ശരീരത്തിലേക്ക് നോക്കാനാണ് ഋഷി പറയുന്നത്. നമ്മുടെ തല, കൈകൾ, ഓരോ അംഗങ്ങളും ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമാണ്. നമുക്കൊരിക്കലും തോന്നാറില്ല ഈ കൈ വേറെ ഈ കൈ വേറെയും തോന്നാറില്ല. ഉണ്ടോ? നമ്മൾ ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ശരീരത്തെ മുഴുവൻ കാണുന്നത്. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കണം. അനന്തബോധത്തിൻ്റെ ഒരേ ഭഗവാന്റെ വൈവിധ്യ
രൂപങ്ങളാണ് ഈ കാണുന്നതൊക്കെ എന്നുള്ള ചിന്ത മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് ഇത് ഉൾക്കൊള്ളുക. നമ്മൾ ഓരോരുത്തരുടെയും ശരീരം കാണുമ്പോഴുണ്ടല്ലോ, ആ ശരീരത്തിൻ്റെ വളർച്ച, അപ്പം നമ്മുടെയൊക്കെ കൈകൾ കൃത്യം വളരുന്നു, തല, ഓരോ അവയവങ്ങളും വളരുന്നു അല്ലേ? ഇതൊക്കെ വളർത്തുന്നത് ആ വ്യക്തിയാണോ അതോ ആ ശരീരത്തിലെ ബോധമാണോ? നമ്മളാണോ കൈയുടെ നീളമൊക്കെ കൃത്യമായി അളന്ന് മുറിച്ച പോലെ വെച്ചിരിക്കുന്നത്? ആണോ? ഈവൻ നമ്മളൊരു ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ പോലും നമ്മൾ അളവെടുക്കണം ഇല്ലേ? എന്നാൽ നോക്കൂ, കൈയുടെ 2 നീളവും കറക്റ്റായിട്ട്, കാലിൻ്റെ 2 നീളം ഇങ്ങനെ കൃത്യതയിൽ ഇത്ര വരുന്നത്. നോക്കൂ, പല്ല് ഓരോന്നിൻ്റെയും ഡിസൈൻ അതിങ്ങനെയൊക്കെ ആയിരിക്കണം. നമ്മളാണോ തീരുമാനിക്കുന്നത്? ഒരു കുട്ടിയാണോ തീരുമാനിക്കുന്നത്? അപ്പം മൊത്തം ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അതിനൊരു കോൺഷ്യസ്നെസ് വേണം, ഇൻ്റലിജൻസ് വേണോ? അപ്പോൾ ഒരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ആണ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ശരീരം മാത്രമല്ല, എല്ലാ ശരീരം നോക്കൂ. നിങ്ങൾ നോക്കൂ, അത്ഭുതമല്ലേ? ഇപ്പം നമ്മളൊരു തെങ്ങിന് വളം കൊണ്ടുപോയിട്ടു, ഒരു തെങ്ങിന് കൂടുതൽ വളർത്തു, വേറൊന്നിന് കുറവേ ഇട്ടുള്ളൂ എങ്കിൽ കൂടുതൽ വളർത്ത തെങ്ങല്ലേ പുഷ്ടിപ്പെടുക? ആണോ അല്ലയോ? എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏത് അവയവത്തിന് എത്ര വളർച്ച വേണം എന്നുള്ളത് നോക്കൂ, നല്ലവണ്ണം അറിയുന്നൊരു അനന്തബോധത്തിൻ്റെ മഹിമ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ? എല്ലാ ഭക്ഷണവും ആദ്യം നമ്മൾ വെക്കുന്നത് എവിടെയാണ്? ആദ്യം നമ്മൾ ഈ ഭക്ഷണമൊക്കെ വെക്കുന്ന എവിടെയാണ്? വായിലെന്ന് പറഞ്ഞാൽ നാക്കിലാണ് വെക്കുന്നത്. ആ നാക്ക് അതിനെ അങ്ങോട്ട് വലിച്ചെടുത്തു എന്ന് വിചാരിക്കുക. തെങ്ങിനെ പോലെ വളം വലിച്ചെടുക്കുന്നു നാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇതൊന്നും മിണ്ടാതിരിക്കുന്നത്. നാക്കെങ്ങാനും ഈ വെച്ച ഭക്ഷണം മുഴുവൻ വലിച്ചെടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ നല്ല കാലം നാക്കൊരു പോക്ക് പോയിട്ടുണ്ടാവും. അത് മടക്കി വെക്കാൻ പോലും പറ്റില്ലേ. പിന്നെ നാലോചിച്ച് നോക്കൂ അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഓരോന്നിനും കൃത്യം വളർച്ചയ്ക്ക് എത്രയാണ് വേണ്ടതെന്ന് എത്ര ഭംഗിയായിട്ട് അറിയുന്നൊരു ശക്തി. തൊഴുതു പോകില്ലേ? ഇത്രയും ഒരു ഇൻ്റലിജൻസ് ആയിട്ടുള്ള സാധനം അതെല്ലാവരുടെ ഉള്ളിലും അത് തന്നെയാണെന്ന് മനസ്സിലായാൽ ആരോടൊട്ടും, എന്തിനോടൊട്ടും, ദേഹത്തിനോടൊട്ടുമോ? അപ്പം നാം ഓരോരുത്തരും വന്നിരിക്കുന്നത് ആ ഒരു സത്യത്തിൽ നിന്നാണ്. ഇത് മനസ്സിലായാൽ ഏകത്വം അനുപശ്യത. അപ്പം നമുക്ക് ആരോടും പ്രത്യേകിച്ചൊരു കൂടുതൽ പോയി ഒരു ബഹളം വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ പെർഫെക്റ്റാക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ബഹളം വെക്കേണ്ടി വരിക. ഇത് നമുക്ക് ആദ്യമേ മനസ്സിലാവുക. ഞാൻ വിചാരിച്ചാൽ മറ്റൊരാളെ നേരെയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയാന്നല്ല, നമ്മൾ കഴിയുന്നത്ര ഒരാളെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുക. വിളിക്കണം, രാവിലെ നമ്മൾ വിളിച്ചാൽ പണി ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഉണരുമോ ഇല്ലയോ എന്നത് അവരെ കാര്യം. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം, ഉണർത്തേണ്ടത്, ഉയർത്തേണ്ടത് എന്നെയാണ്. അത് ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ മറ്റുള്ളവരോട്ട് നേരെയാവുകയില്ല. എന്നെ നേരെയാക്കേണ്ട ഒരു സമയം ഞാൻ പാഴിലാക്കി കളയുകയും ചെയ്യും. അതുകൊണ്ടാണ് സാധന വിട്ടുകൊണ്ട് ഈ ലോകത്തിലൊരിക്കലും നമ്മൾ ജീവിക്കരുത്. ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? സാധനാനുഷ്ഠാനം വേണം. അത് കൃത്യതയോടെ കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് ക്രമേണ അതിലൊരു ലഹരി വരും. മനസ്സിലായില്ലേ? കള്ളു കുടിക്കുന്നവൻ്റെ ലഹരി, കഞ്ചാവ് വലിക്കുന്നവൻ്റെ ലഹരി. ലഹരി എന്നുള്ള വാക്ക് എപ്പോഴും അവരാ ഉപയോഗിച്ചത്. പക്ഷെ വാക്ക് ലഹരി എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മുടെ പൂർവികരാണ് ഉപയോഗിച്ചത്. ഭക്തി ലഹരി, ആനന്ദ ലഹരി, സൗന്ദര്യ ലഹരി. ശങ്കരാചാര്യസ്വാമികളുടെ ഒരു കൃതിയുടെ പേരാണ് സൗന്ദര്യലഹരി. ഇതൊരു ആനന്ദ ലഹരിയാണ്, അതൊരു ഭക്തി ലഹരിയാണ്. ഇപ്രകാരമുള്ള ഒരു ലഹരി അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരോട് എതിർക്കും, എന്തിനെതിർക്കും? മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ജീവിതത്തെ കൊണ്ടു നടക്കാൻ സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദക്ഷൻ്റെ കഥയിൽ. അപ്പം എന്തിനാ ഈ ദക്ഷൻ്റെ കഥ നമുക്ക് പറഞ്ഞു തന്നത്? ദക്ഷൻ ശിവനെ നേരെയാക്കാൻ പോയതാണ്. അവസാനം സ്വന്തം തല, എന്തിൻ്റെ തലയെ? ആടിൻ്റെ തല. ഇതന്നെയാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത്. മക്കളെ നേരെയാക്കാൻ പോയി, അല്ലെങ്കിൽ അവരെ നേരെയാക്കാൻ പോയി, അവനവൻ്റെ മനസ്സമാധാനം കളഞ്ഞ് സ്വസ്ഥത പോയി, എന്നിട്ട് ഇങ്ങനെ അവസാനം ngേ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ് പലരും.
അവസാനം ദയനീയമായി മൃഗത്തെപ്പോലെ കരയുന്ന ജീവിതം ഇന്നുണ്ടോ മനുഷ്യരുടെ ഇടയിൽ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഇന്ന് മനുഷ്യൻ മൃഗത്തെപ്പോലെ കരയുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നുണ്ടോ? അപ്പം അതുതന്നെയാണ് ദക്ഷൻ്റെ തല, ആടിൻ്റെ തല ഏതെന്ന് മനസ്സിലാക്കുക. ശിവനെ നേരെയാക്കാൻ പോയതാണ്. ശിവൻ്റെ രീതി പോവുകയും ചെയ്തു. ഇദ്ദേഹത്തിന് തല ആടിൻ്റെ തലയാവാൻ പോയി. കൂടുതൽ മറ്റുള്ളവരെ പിന്നാലെ പോയി ഒട്ടിപ്പിടിച്ച് മറ്റുള്ളവരെ നേരെയാക്കാൻ പോയാൽ ആരുടെ അവസ്ഥ വരും? ആരുടെ അവസ്ഥ വരും? ദക്ഷൻ്റെ അവസ്ഥ വരും. ഇതെപ്പോഴും ഓർത്തോളൂ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് പറയണ്ട മറ്റുള്ളവരോട്, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നടന്നിട്ട് എനിക്ക് ദക്ഷൻ്റെ തല ഗതികേടാണ് വരുന്നത് എന്നുള്ളത്. പക്ഷെ ഓർമ്മയുണ്ടാവുക, എൻ്റെ ജീവിതം ഞാൻ ആരാക്കി മാറ്റരുത്? ദക്ഷൻ്റെ അവസ്ഥയാക്കി മാറ്റരുത്. നമ്മൾ ദിവസവും നോക്കൂ, ഇതൊരു ഉപദേശമായിട്ട് എടുക്കരുത്. നമ്മൾ ആരെയും എന്താ പറയുക, ഒട്ടരുതെന്നൊക്കെ പറയുന്നതുണ്ടല്ലോ. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ എ മിസ് ഒരു മീനിങ്ങിൽ. നമ്മൾ സാധന ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് ചെടികൾ എന്നൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ. അപ്പം നമ്മളൊരു കവുങ്ങ് അല്ലെങ്കിൽ തെങ്ങ് നട്ടുപിടിപ്പിച്ചാൽ ആ തെങ്ങിൽ നിന്ന് പഠിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും പ്ലാവോ മാവൊക്കെ ഉണ്ടെങ്കിലും തെങ്ങെന്ത് ചെയ്യും? തെങ്ങ് അയ്യോ മാവാണ് എന്നും പറഞ്ഞാൽ അവിടെ പിടിച്ച് നിൽക്കുമോ? കുശലം പറഞ്ഞ് അവിടെ നിൽക്കുമോ? അത് അതിൻ്റെ വളർച്ച വളർന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ ഭർത്താവും മക്കളും വീടും കുടുംബവും ഒക്കെ അവിടെ ഇരുന്നോട്ടെ. നമ്മളെന്ത് ചെയ്യണം? സാധനയിലൂടെ മനസ്സിനെ വളർത്തിക്കൊണ്ടിരുന്നാൽ മറ്റുള്ളതുമായിട്ടൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ഉയർന്നുകൊണ്ടിരുന്നാൽ നമ്മളെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. വളരുകയുമില്ല, ഉണരുകയുമില്ല, ഉയരുകയുമില്ല. മറ്റുള്ളവരെ നേരെയാക്കാൻ നടന്നാൽ അവർ നേരെയാവുകയുമില്ല. ഈ ജന്മം ഒരിക്കലും നിങ്ങൾ നന്നാവുകയുമില്ല. മനസ്സിലാവുണ്ടല്ലോ? ആരുണ്ടാക്കി പ്രശ്നം? അവനാണ്. ഈ ഒരു കഥയാണ് ദക്ഷൻ്റെ കഥയിൽ നിന്ന്.